എറണാകുളം കുറുപ്പംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയെന്നും സമ്മതത്തോടെയുമാണെന്നാണ് പ്രതി ധനേഷ് പോലീസിന് മൊഴി നൽകി. ഇതോടെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങൾ സാനുക്ക് സജീവ് ചെയ്തിട്ടുണ്ട്. സാനു, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരികയുണ്ടായത്. ഇനി കൂടുതൽ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഹരിത, എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ അതായത് അമ്മയുടെ ആൺ സുഹൃത്തിൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ടാക്സി ഡ്രൈവറായിട്ടുള്ള ധനേഷിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ മൊഴി, രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അമ്മയെ രണ്ടാമതും വിളിച്ച് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറുപ്പംപടി പോലീസ്. എന്തായാലും അമ്മയ്ക്ക് ഈ പീഡന വിവരം അറിയായിരുന്നു. അതായത് കഴിഞ്ഞ 3 മാസമായി ഇത്തരത്തിൽ മക്കളെ ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നൊരു വിവരം അമ്മയുടെ അറിവിലുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇത് പോലീസിനോടും, അതായത് ഈ പീഡന വിവരം അമ്മ മറച്ചു വെച്ചു എന്ന് കാട്ടിക്കൊണ്ടുള്ളൊരു കേസാണ് പോലീസ് എടുക്കാൻ തയ്യാറാവുന്നത്. എന്തായാലും അമ്മേനെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 2023 മുതൽ കുട്ടികളെ ചൂഷണത്തിന്, അതായത് അമ്മയുടെ ആൺ സുഹൃത്തായിട്ടുള്ള കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ധനേഷ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും കുട്ടികൾ ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല. ഈ പെൺകുഞ്ഞുങ്ങളുടെ 10-12 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെ കൂടി തന്റെ വലയിൽ വീഴ്ത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരികയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന അമ്മേനെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രണ്ടാമത് മൊഴി രേഖപ്പെടുത്തുകയാണ്. അമ്മേനെയും കേസിൽ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. അതായത് ഈ പെൺകുട്ടികളുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ അമ്മയുമായിട്ട് ഈ ആൺ സുഹൃത്തായിട്ടുള്ള ധനേഷ് സൗഹൃദം സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം മറ്റു വഴികളിലേക്ക് ഈ സൗഹൃദം വളരുകയായിരുന്നു. ഇവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടുള്ള പോക്കിന് കുഞ്ഞുങ്ങൾ, ഈ 10-12 വയസ്സുള്ള പെൺമക്കൾ വെല്ലുവിളിയാകുമെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് ഇവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് ആദ്യം ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. എന്തായാലും അതായത് ഈ തുടർച്ചയായിട്ടുള്ള ഈ ഇത്തരം പ്രവൃത്തിയിലൂടെ അമ്മയിൽ നിന്ന് മക്കളെ അടർത്താനും അതിനുശേഷം അമ്മയുമായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ധനേഷ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയിരുന്നതെന്നാണ് പോലീസിന് മൊഴി നൽകി. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മൊഴി മുഖവിലേക്ക് എടുത്തിരുന്നില്ല. തുടർന്ന് കുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട്, അമ്മയ്ക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അമ്മ പല കാര്യങ്ങളും പുറത്തു പറയാതെ, ധനേഷിന്റെ പല ചേഷ്ടികളും പുറത്തു പറയാതെ മറച്ചു വെച്ചു എന്നുള്ളൊരു നിർണായക വിവരം ലഭിക്കുകയും തുടർന്ന് ഇന്ന് അമ്മയെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രണ്ടാമത് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഹരിത. ശരി, സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.